ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് തൊഴിലുറപ്പ് ഭേദഗതി ലോക്സഭയിൽ പാസാക്കി. സർക്കാർ നിയമങ്ങൾ ബുൾഡോസ് ചെയ്ത് പാസാക്കുന്നുവെന്ന് പ്രതിപക്ഷം. ഗാന്ധിജിയെ അപമാനിക്കുന്നത് നെഹ്റു കുടുംബമെന്ന് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കോൺഗ്രസ് എംപിമാർ സെക്രട്ടറി ജനറലിന്റെ ചേംബറിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ JPCക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിയാണ് ലോക്സഭയിൽ ഏകപക്ഷീയമായി ബിൽ പാസാക്കിയത്. പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി VBG റാംജി എന്ന പുതിയ ബില്ല് 7 മണിക്കൂറിലധികമാണ് ലോക്സഭയിൽ ചർച്ച ചെയ്തത്. ഗാന്ധിജിയുടെ സ്വപ്നമാണ് തങ്ങൾ യാഥാർത്ഥ്യമാക്കിയതെന്ന് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. आदर्श गांव की कल्पना की, आदर्श गांव की आज मैं सदन के सामने केवल योजना नहीं रख रहा हूं, एक सपना, एक संकल्प जो इस योजना के माध्यम से हम पूरा करना चाहते हैं. നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം ഗാന്ധി ചിത്രമുയർത്തി ബില്ലിന്റെ കോപ്പി കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. माननीय अध्यक्ष महोदय, मैं कहना चाहता हूं, भारत के लोकतंत्र के अनुरूप भी नहीं कहना चाहते हैं. കോൺഗ്രസ് എംപിമാരായ ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ചേംബറിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ബില്ലുകൾ ഏകപക്ഷീയമായി പാസാക്കുന്നതിന് പിന്നിൽ വിദേശ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ. ഏകപക്ഷീയമായി പാസാക്കിയെടുത്ത നടപടി 100% ജനാധിപത്യ വിരുദ്ധമാണ്. ബില്ലുകളൊക്കെ പാസാക്കുന്നതിന്റെ പിന്നിൽ വിദേശ സമ്മർദ്ദമുണ്ട് എന്ന് പോലും ന്യായമായും സംശയിക്കുന്നു. രാവിലെ ഗാന്ധി പ്രതിമയിൽ നിന്ന് പാർലമെന്റ് കവാടത്തിലേക്ക് പ്രതിപക്ഷം മാർച്ച് നടത്തിയിരുന്നു. മീഡിയ 1 ഡൽഹി.